ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ അഖിൽ മാരാര് FBയിലിട്ടൊരു ലൈവ് വീഡിയോ, ആ ഒരു സംഭവത്തിനെതിരെ ഭയങ്കരമായിട്ട് ചർച്ചയുണ്ടായി. രാജ്യവിരുദ്ധതയാണെന്ന് പറഞ്ഞു. ആ സമയത്തൊക്കെ ഈ പറയുന്ന അതിനെ എതിർത്ത് സംസാരിച്ചവരെ മൊത്തം ചീത്ത വിളിക്കാൻ വേണ്ടി കുറേ അധികം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു വീഡിയോ ഇവിടെ കാണാനില്ല. നമ്മുടെ അഖിൽ മാരാർ അത് റിമൂവ് ചെയ്തു. പറഞ്ഞ കാര്യങ്ങൾ വാസ്തവം ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരാൾക്കും ഇതൊന്നും എടുത്ത് കളയേണ്ട കാര്യമില്ല. അപ്പം തെറ്റ് പറ്റിപ്പോയി എന്ന പൂർണ്ണ വിശ്വാസ്യത വന്നതുകൊണ്ടാണ് അയാൾക്കത് മാറ്റേണ്ടി വന്നതെന്ന് പറയുന്നത്. ഇതിലൊറ്റ കാര്യമുള്ളൂ, അഖിൽ മാരാര് കളിച്ചൊരു കളി എന്ന് പറയുന്നത്. അതായത് ഈ ഒരു കാര്യത്തിനകത്ത് കൃത്യമായിട്ട് രാഷ്ട്രീയം കളിച്ചു ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം രണ്ട് പേരുകൾ കൃത്യമായിട്ട് നിർത്തിയ അയാൾ, ഒന്ന് ഇന്ദിരാഗാന്ധി, രണ്ട് നരേന്ദ്രമോദി. പിന്നീട് ഈ ചർച്ച പോയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം എന്ന അർത്ഥത്തിലല്ല, പൊളിറ്റിക്സായി മാറി എന്നുള്ളതാണ് വാസ്തവം. ഒരു പക്ഷത്ത് ഇന്ദിരാഗാന്ധി, മറുപക്ഷത്ത് നരേന്ദ്രമോദി. ഇതിനെ പിന്താങ്ങിക്കൊണ്ട് കുറേയധികം ആൾക്കാർ അണിനിരന്നു. ഇതാണ് വാസ്തവം എന്ന് പറയുന്നത്. ഇത്രയും നാള് അഖിൽ മാരാരുടെ കൂടെ നിന്നിരുന്ന ഒരു പക്ഷേ BJP പെട്ട ആൾക്കാരൊക്കെ ഞാൻ അത്തരത്തിലാണ് കണ്ടിട്ടുള്ളതെന്ന് പറയുന്നത്. അവർ മൊത്തവും ഈ പറയുന്ന അഖിൽ മാരാരെ തെറി വിളിക്കാൻ തുടങ്ങി. എതിർപക്ഷത്ത് നിന്നിരുന്നവർ മൊത്തം ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞതുകൊണ്ട് ഇയാളുടെ പക്ഷത്ത് കൂടി. ഇതാണ് സത്യത്തിൽ ആ വീഡിയോയിൽ സംഭവിച്ചുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അതിലപ്പുറത്തേക്ക് അയാൾ അതിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല, ആർക്കും അതിനെക്കുറിച്ച് അറിയാൻ വേണ്ട. ഇതാണ് വാസ്തവം. നിങ്ങളൊക്കെ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കാര്യം നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ആ അഭിമാനം കൊടുത്തോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അഖിൽ മാരാരല്ല. ഇതൊരു ഓപ്പറേഷനാണ്, ഇപ്പോഴും മുഴുവിച്ചിട്ടില്ലാത്ത, ഇപ്പോഴും തീർന്നിട്ടില്ലാത്ത ഒരു ഓപ്പറേഷൻ. അതിൻ്റെ അവസാനമായി അഖിൽ മാരാറിന് എങ്ങനെ പറയാൻ കഴിഞ്ഞു? അവിടെ വെടിനിർത്തൽ കരാറൊക്കെ വന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ ഒരിക്കലും ഇന്ത്യ എങ്ങും പറഞ്ഞില്ല ഇത് ഉപേക്ഷിച്ചു, ഓപ്പറേഷൻ സിന്ദൂർ ഉപേക്ഷിച്ചു എന്ന് എങ്ങും പറഞ്ഞില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് അമേരിക്ക വന്നു, അല്ലെങ്കിൽ അതിന് എന്ത് തെളിവാണ് അഖിൽ മാരാർക്ക് പറയാൻ പറ്റുന്ന? ഇന്നത്തെ ഒറ്റ കാര്യം എടുത്ത് നോക്കിയോ, വാർത്തകൾ നിങ്ങൾ പോയിരുന്നു നോക്കിക്കോ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും അതിൻ്റെ മറ്റൊരു വർഷത്തിലേക്ക് അത് പൊക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രംപ് വന്ന് പറഞ്ഞപ്പോൾ മുട്ടുമടക്കി പേടിച്ച് ഇന്ത്യ കൈകൂപ്പിയതാണെങ്കിൽ, ഇത് ആദ്യം തുടങ്ങിയപ്പോൾ മുതലേ ട്രംപ് അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. അത് അഖിൽ മാരാർ കേട്ട് കാണില്ല. നിർത്തൂ നിർത്തൂ നിർത്തൂ. ട്രംപിനെ അനുസരിക്കാനാണെങ്കിൽ ആദ്യം ട്രംപ് നിർത്തൂ എന്ന് പറയുന്ന സമയത്ത് നരേന്ദ്രമോദി പറയണമായിരുന്നു ഈ പറയുന്ന നമ്മുടെ സൈന്യത്തിനോട് നിർത്തൂ എന്നുള്ളത്. പക്ഷെ പറഞ്ഞില്ലല്ലോ. ആ ഒറ്റ കാര്യമെങ്കിലും കണക്ട് ചെയ്തുകൂടെ? നമ്മുടെ ഇന്ത്യ തിരിച്ചടി കൊടുത്തതിൽ കൃത്യമായിട്ട് പാകിസ്ഥാൻ പേടിച്ചത് കൊണ്ടാണ് അമേരിക്കയോട്, UN-നോട്, അങ്ങനെ എവിടെയൊക്കെ പോയി കാല് പിടിക്കാമോ അവരോട് മൊത്തം ഇന്ത്യ ഞങ്ങളെ ആക്രമിക്കുന്നു, ഇന്ത്യ ഞങ്ങളെ ആക്രമിക്കുന്നു എന്ന് ഓടി നടന്ന് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് അഖിൽ മാരാർ പറഞ്ഞു വെച്ചൊരു കാര്യം ആലോചിച്ച് നോക്കണം. ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു മിലിറ്ററി ഓപ്പറേഷൻ ആയിരുന്നു. അത് ചെയ്തത് പ്രധാനമന്ത്രിയല്ല. പ്രധാനമന്ത്രി അതിനുള്ള എല്ലാ പിന്തുണയും കൊടുത്തു എന്നുള്ളതാണ്. അതിലപ്പുറത്തേക്ക് നമ്മുടെ സൈന്യമാണിത് ചെയ്തിരുന്നത്. നമ്മുടെ CAAയിൽ, നമ്മുടെ ഡിഫൻസ് സിസ്റ്റം, നമ്മുടെ ഇന്ത്യൻ ആർമി അതിർത്തിയിൽ ഇത് ഇവരാണ് ചെയ്തതെന്ന് പറയുന്നത്. ഇവരാണ് ഇതിൻ്റെ കാര്യങ്ങൾ മൊത്തവും ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അഖിൽ മാരാർ ചോദിക്കുകയാണ് ഇന്ത്യ എന്ത് ചെയ്തു എന്ന്. ഇന്ത്യ ചെയ്തതൊന്നും അഖിൽ മാരാർക്ക് കാണാൻ പറ്റില്ല. കാരണം ഞാൻ പറയാം. അഖിൽ മാരാർ പറഞ്ഞത്, എൻ്റെ രാജ്യത്ത് വന്നിട്ട്, എൻ്റെ വീട്ടിൽ വന്നിട്ട് മറ്റൊരുത്തൻ, അയാൾ രാജ്യത്തുള്ള ഒരു ശത്രു വന്നിട്ട് എൻ്റെ അമ്മയെയും സഹോദരിയെയും വൃത്തികെട്ട രീതിയിൽ ഉപദ്രവിച്ചു. എന്നിട്ട് അവനങ്ങ് പോയപ്പോൾ ഞാൻ അവനോട് പോയി ഈ പറയുന്ന തിരിച്ച് മത്സരിക്കാൻ വേണ്ടി പോയി. ഒരെറി അവന് ഞാൻ കൊടുത്തു. അവൻ തിരിച്ചെറിഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞെറിഞ്ഞ് ഈ പറയുന്ന തളർന്നപ്പോൾ അവൻ പറഞ്ഞു ഇനി വേണ്ടടാ നമുക്ക് കളി നിർത്താം എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അങ്ങ് കളി നിർത്തി. അഖിൽ മാരാർ കളിയാക്കാൻ ശ്രമിച്ചത് പ്രധാനമന്ത്രിനെയാണ്. പക്ഷേ അഖിൽ മാരാരെ പ്രധാനമന്ത്രി അല്ല അതിർത്തിയിൽ പോയിരുന്നതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, മിലിറ്ററിയാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞത്. അപ്പം അവിടെ കളിയാക്കിയത് മൊത്തം സൈന്യത്തെയാണ്. ഈ സൈന്യം തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ സേനയാണ്. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് അഖിൽ മാരാർക്ക് ഇങ്ങനെ വന്നിരുന്ന് ചിലയ്ക്കാനുള്ള ധൈര്യം പോലും ഉണ്ടെങ്കിൽ അതിൻ്റെ, അല്ലെങ്കിൽ അവന്മാർ നെഞ്ചത്ത് വന്നിരുന്ന് പൊങ്കാലയിടും. അതിർത്തിയിൽ കാവൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്, നമ്മുടെ ഡിഫൻസ് സിസ്റ്റം അത്രയും ശക്തമായത് കൊണ്ട് തന്നെയാണ് ആരും നമ്മളിലേക്ക് വന്ന് തോണ്ടാൻ വരാതിരിക്കുന്നത്. ആ സമയത്താണ് ഇയാൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ് ഈ പറയുന്ന 13 വർഷമായിട്ട് നമ്മുടെ നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുന്നു, അവിടുത്തെ ഭീകരവാദ സെൻറ്ററുകൾ മാത്രം ആക്രമിക്കാനാണെങ്കിൽ ഈ 13 വർഷത്തിൽ ഓരോ ദിവസവും പോയി അവിടുത്തെ ഭീകരവാദ സെൻറ്ററുകൾ ഇവർക്ക് തകർത്തുകൂടായിരുന്നു നമ്മുടെ, അതായത് നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന്. എൻ്റെ പൊന്ന അഖിൽ മാരാർ, അതിനുള്ള ഏറ്റവും വലിയ ഉത്തരവാണ് ആദ്യമായി നമ്മൾ അവർ ഈ 27 പേരെ കൊന്നതിന് പകരമായിട്ട് അവിടുത്തെ ഭീകരവാദ സെൻറ്ററുകൾ, അതിന് പിന്നിൽ അതിന് കൈത്താങ്ങായി നിൽക്കുന്ന ആൾക്കാരെ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത സമയത്ത്, അത് ആക്രമിക്കപ്പെടുന്ന സമയത്ത്, അവിടെ കുറേയധികം ആൾക്കാർ മരണപ്പെടുന്ന സമയത്ത്, ഭീകരവാദികളുടെ ഏറ്റവും അടുത്ത അനുയായികളായിട്ടുള്ള ആൾക്കാരടക്കം മരിക്കുന്ന സമയത്ത് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പാക് സൈന്യം, അവിടുത്തെ ഗവൺമെൻറ് കൂടെ നിന്നെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പാക് എന്ന് പറയുന്ന രാജ്യം കൃത്യമായിട്ട്
ദേശവിരുദ്ധത അല്ലെങ്കിൽ ഈ പറയുന്ന ഭീകരവാദത്തിന് ഫുള്ളി സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അപ്പം നമുക്ക് ഓരോ ദിവസവും പോയിരുന്ന അവിടുത്തെ ഭീകരവാദ സെൻറ്ററുകൾ വെടിവെച്ചിട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ തകർത്തുകൊണ്ടിരിക്കുക അല്ല ഇന്ത്യൻ സേന ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും പൊട്ടത്തരമാണ് ഇയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ഭീകരവാദ സെൻറ്ററാണ്, അത് മൊത്തം അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്ത്യ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിലപ്പുറത്തേക്ക് 5-10 ദിവസം കൊണ്ട് വേണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സേനയ്ക്ക് ഈ പറയുന്ന പാകിസ്ഥാനെ അടിച്ചു ചുരുട്ടി പോക്കറ്റിലിടാൻ പറ്റുമായിരുന്നെന്ന്. തീർന്നു, എല്ലാ കാര്യങ്ങളും തീർന്നു. അഖിൽമാരാർ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അതിർത്തിയിൽ നടക്കുന്നത് ഈ പറയുന്ന കുട്ടിയും കോലും കളിയാണെന്നോ? ഒരു കമ്പെടുത്ത് അങ്ങോട്ട് അടിച്ചിടുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് തിരിച്ചടിച്ചിടുന്നത് കളിയല്ല അവിടെ നടക്കുന്നത്. ജീവൻ പണയം വെച്ച് കുറേയധികം പട്ടാളക്കാർ അവരുടെ ജീവൻ ത്യജിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നതെന്ന് പറയുന്നത്. അപ്പം അവരൊക്കെ ചുമ്മാതിരുന്ന് എന്തു പറയുന്നത് കളിച്ചുകൊണ്ടിരിക്കുകയല്ല അവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന് അത്രയും ഏറ്റവും കൂടുതൽ സ്നേഹം ഈ രാജ്യത്തിനോട് കാക്കുന്നത് അവരാണ്. അവർക്ക് അപ്പുറത്തേക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. നിങ്ങൾ എത്ര പേര് പോയി നിന്ന് ഈ പറയുന്ന എതിർഭാഗത്ത് നിൽക്കുന്ന രാജ്യദ്രോഹിയുടെ വെടിയേൽക്കാൻ തയ്യാറായി നെഞ്ചും വിരിച്ച് ഏത് രാത്രിയിലും ഏത് മഞ്ഞത്തും ഏത് ചൂടത്തും പോയിരിക്കുമെന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ കുറച്ചധികം ആൾക്കാർ പോയിട്ടുണ്ടെങ്കിൽ അവർ തന്നെയാണ് ഏറ്റവും വലിയ രാജ്യസ്നേഹികളെന്ന് പറയുന്നത്. അവരുടെ കപ്പാസിറ്റിയെ അവരുടെ കേപ്പബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന അഖിൽമാരാരുടെ ഈ ഒരു രീതിയെ പിന്തുണയ്ക്കുന്ന ആൾക്കാരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ വഴിതിരിച്ച് വിട്ട് തന്നെ ചെയ്തത്. അയാൾ രാഷ്ട്രീയവൽക്കരിച്ചപ്പോൾ അതിൻ്റെ പിന്നാലെ പോയി അയാൾ പറഞ്ഞ കാര്യങ്ങൾ വിട്ടുതരങ്ങൾ ആരും കേട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് ആണവായുധം ഇതിൻ്റെ കാര്യത്തിൽ പാകിസ്ഥാൻ കുറേ വെല്ലുവിളി നടത്തി. ഇതൊക്കെ ഇതിന് പിന്നിലുണ്ട്. ഇന്ത്യക്ക് ചിന്തിക്കേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പം ഇന്ത്യ അതൊക്കെ ചിന്തിച്ച് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഓരോ കാര്യങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇത് തീർന്നിട്ടില്ല, തിരിച്ചടി കിട്ടുക തന്നെ ചെയ്യുമെന്നാണ് ഇന്ത്യ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിലപ്പുറത്തേക്ക് ഇതിനകത്ത് കുറേയധികം കാര്യങ്ങളുണ്ട്. ബലൂചിസ്ഥാൻ, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും കാലമായി പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബലൂജിലെ വിഘടനവാദികൾക്ക് കൃത്യമായിട്ട് ആയുധ ശേഖരണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഫണ്ടിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ ആണെന്നുള്ള ഏറ്റവും വലിയ ഒരു ആരോപണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യ അല്ലെന്ന് തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഒരു പൗരൻ വന്നിരുന്നിട്ട് പറയുകയാണ്, ഒരു തെളിവും ഇല്ലാതെ വന്നിരുന്ന് പറയുവാണ് ഇല്ല ബലൂജികൾക്ക് അല്ലെങ്കിൽ ബലൂചിസ്ഥാനിലുള്ള വിഘടനവാദികൾക്ക് കൃത്യമായി ആയുധ ശേഖരണം കൊടുത്തുകൊണ്ട് പാകിസ്ഥാനോട് യുദ്ധം നടത്തിപ്പിക്കുന്നത്, കലാപം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ആണെന്നുള്ള കാര്യം അല്ലെങ്കിൽ ഇന്ത്യ ആണെന്നുള്ള കാര്യം. ഇത് എത്രമാത്രം രാജ്യദ്രോഹമാണ് രാജ്യവിരുദ്ധതയാണെന്ന് ആർക്കും തോന്നിയില്ലേ? ആർക്കും അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയാത്തത് രാഷ്ട്രീയം മാത്രം അതിൽ നോക്കുന്നത് കൊണ്ടാണ്. ഇത് എത്ര വലിയ കുറ്റമാണെന്ന് ഒരാൾക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം പോലെ നടിക്കുകയാണ്. അഖിൽമാരാർ ഇതിനെ ഇപ്പം മാത്രം ബലൂജികളുടെ കാര്യം മുന്നോട്ട് നിർത്തി വന്നതിൻ്റെ കാര്യം ഇതുമായി ബന്ധപ്പെട്ട് അവിടെ കുറേ കാര്യങ്ങൾ നടത്തുന്നു. പക്ഷേ അഖിൽമാരാരെ ഇപ്പോഴല്ല ബലൂചിസ്ഥാനിൽ പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. ഇതിന് മുന്നേ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് കുറേ മുമ്പ് തന്നെ അവിടെ സായുധ വിപ്ലവം കലാപം പൊട്ടിപ്പുറപ്പെട്ടുള്ള ഒരു മേഖലയാണിതെന്ന് പറയുന്നത്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ, ഇന്നലെ പറഞ്ഞതുപോലെ ഏറ്റവും വലിയൊരു പ്രവിശ്യയാണ്, ഏറ്റവും കൂടുതൽ പ്രകൃതി വിഭവങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മേഖലയാണ്. അവിടെയുള്ള ആൾക്കാർക്ക് യാതൊരു പിന്തുണയും കൊടുക്കാതെ അവരെ വെറും യൂട്ടിലൈസ് ചെയ്ത് അവരെ എന്ത് പറയുന്നത് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ അതിനെതിരെ അവർ കൃത്യമായിട്ട് ശക്തമായി പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൂടി വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്ത് കുറേയധികം ആൾക്കാർ വരുവാണ്. മനസ്സിലാക്കുക, ഈ പറയുന്ന ഒരു തരത്തിലും ഇന്ത്യക്ക് കേപ്പബിലിറ്റി ഇല്ല എന്ന് ഒരാൾ വന്നിരുന്ന് പറയുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് കഴിയില്ല. കുറേ പേര് വരുന്നു. അതിൻ്റെ കാരണം അയാൾ വെച്ച രാഷ്ട്രീയവൽക്കരണമായിട്ടുള്ള കാര്യം തന്നെയാണ്. രണ്ട് ശക്തികൾ, അതായത് ഇന്ദിരാഗാന്ധി, നരേന്ദ്രമോദി, ഈ രണ്ട് കാര്യങ്ങളെ എടുത്തിട്ട് വെച്ചപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഒരുപാട് പേര് ഇതിനകത്ത് പിന്താങ്ങുന്നുള്ള കാര്യം അയാൾക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ പറയുന്നെങ്കിൽ അതിൻ്റെ തെളിവ് വെച്ചിട്ട് വേണം പറയാൻ. അതും ഇത്രയും വലിയ കാര്യങ്ങൾ. ആദ്യം പിണറായി വിജയനെതിരെ ഭയങ്കരമായിട്ട് വീഡിയോ ഇട്ടുകൊണ്ട് വന്നു, കുറച്ചധികം വീഡിയോകൾ വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് യാതൊരു കാര്യമില്ലാതെ പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതേ അവസ്ഥയിലേക്ക് വന്നിട്ട് രാജ്യത്തിനെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ ആർമിയെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ അത് വേറെ കളിയാണ്. വെറുതെ ഇരുന്ന് ബിഗ് ബോസിൽ പോയിരുന്ന് വായ്ത്താളം അടിച്ചതുപോലെ പെണ്ണുങ്ങളുടെ പിറകെ നടന്നതുപോലെ ഈ പരിപാടിയല്ല ഇവിടെ നടക്കുന്നതെന്ന് പറയുന്നത്. അവിടെ ഒരു മുറിക്കുള്ളിൽ കിടന്ന് നടന്ന പരിപാടികളല്ല ഈ പറഞ്ഞ അതിർത്തിയിൽ പോയി ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അത്രയും കാര്യഗൗരവത്തോടെ പോലെ സംസാരിക്കാൻ അറിയാത്ത ഒരു അഖിൽമാരാരെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാർ ഇനിയെങ്കിലും ചിന്തിക്കുക. ഇത്രയും ദിവസവും ഈ ഒരു കാര്യത്തിൽ വെടിനിർത്തലിൻ്റെ കാര്യം അതൊന്ന് പുറത്ത് വരുന്നതിന് മുന്നേ വരെ എല്ലാ ആൾക്കാരും സമാധാനം വേണം അല്ലെങ്കിൽ ഇന്ത്യ തിരിച്ചടിക്കൂ, ഇവിടെ ഉള്ളവരൊക്കെ എന്നാലും പറഞ്ഞുകൊണ്ടിരുന്നു നേരെ ആയാൽ മതി എന്ന് പ്രാർത്ഥനയായിരുന്നു. എപ്പോൾ അതൊക്കെ ഒരു രീതിക്ക് പൊയ്ക്കൊണ്ടിരുന്നു ആ സമയം തൊട്ട് മൊത്തത്തിൽ തകിടം മറിഞ്ഞ് കുറ്റം പറയാൻ തുടങ്ങി. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു, ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ മാത്രം ഇന്ത്യൻ സൈന്യത്തെ പൊക്കി പറയും, അത് കഴിയുമ്പം ഇന്ത്യൻ സൈന്യത്തിനെ കൈവെടിയുകയും ചെയ്യുന്നു. അത് അതുപോലെ തന്നെ നടക്കുന്നത്.